ചിരിപ്പിച്ചു കൊല്ലുന്ന കുറെ സംഭവങ്ങൾ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഇന്റർനെറ്റിൽ വൈറലായിട്ടുള്ള അത്തരം കിടിലൻ കോമഡികളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. എല്ലാവരെയും വെട്ടിച്ച് ഗോളടിക്കാൻ നേരം ഒരു ത്രില്ലില്ലാത്തത് കൊണ്ട് ഹെഡ് ചെയ്ത് ഗോളടിക്കാൻ തീരുമാനിച്ചു. ജന്മന മിമിക്രിക്കാരിയാണ് ഈ ചേച്ചി. ബോൺ ടാലന്റ് എന്ന് കേട്ടിട്ടില്ലേ? അന്ധവിശ്വാസം കൂടിക്കൂടി കുളത്തിലേക്ക് പൈസ ഇടുകയാണ് ഇവിടെ. എന്നാൽ അന്ധവിശ്വാസത്തിനും ടെക്നോളജി യൂസ് ചെയ്തു ഈ മിടുക്കി. മോഡേൺ വിശ്വാസി കാർഡ് സ്വൈപ്പ് ചെയ്ത് കുളത്തിലേക്ക് പൈസ ഇട്ടു. ലോകത്ത് 2 തരത്തിലുള്ള പാനുകളാണ് ഉള്ളത്. ഒന്ന് കുക്ക് ചെയ്യാനും ഒന്ന് കെട്ടിയോന്റെ തലക്കടിക്കാനും. ഈ ഡാൻസ് ടീമിൽ താളബോധമുള്ള ഒരുത്തൻ മാത്രമേ ഉള്ളൂ. താളവും ബോധവും രണ്ടായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം. കൃത്യമായി അളക്കുന്നുണ്ട്. എന്തിനാണോ എന്തോ. ക്രിസ്മസ് അപ്പൂപ്പന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ കൊച്ചിന് ഒരു പോസ് പറഞ്ഞു കൊടുത്തു. പറയുമ്പോൾ ഏത് സഞ്ചിയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ ക്യാമറക്കാരി. ഈ കുട്ടാപ്പിയുടെ ബർത്ത്ഡേക്ക് തിരിയൂതിക്കെടുത്തി കേക്ക് മുറിക്കാൻ പോവുകയാണ്. കൊച്ചിന് കൂവാൻ മാത്രമല്ലേ അറിയൂ, ആരെയും ഊതാൻ അറിയില്ലല്ലോ. സ്കൂളിലെ എല്ലാ പ്രോഗ്രാമുകൾക്കും മാസ് പരിപാടികൾ അവതരിപ്പിച്ച് ഷോ കാണിക്കാറുള്ള ചെക്കന്മാരാണ് ഇവിടെ ഡാൻസ് കളിക്കുന്നത്. പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? എന്റെ ഒരു കൈ എവിടെയടേ? 2-3 കൈയായിട്ട് വന്നേണ്. ഞാൻ അപ്പോഴേ പറഞ്ഞിപ്പ കേറല്ലേ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നമ്മളൊക്കെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ കുട്ടൂസന്റെ അത്ര ലെജൻഡ് ആയിരുന്നില്ല നമ്മൾ. ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ മുഹൂർത്തം ഏതെന്നാണ്? എന്റെ കുറെ സുഹൃത്തുക്കൾ ചതിച്ചിട്ടുണ്ട്. ഒരുപാട്. കോഴിയാണെങ്കിൽ കുറച്ച് മോഡേൺ ലൈഫ് നയിക്കുന്ന കൂട്ടത്തിലാണ്. കോഴിമുട്ടയ്ക്കും അപ്ഡേഷൻ വന്നു. ഇനി ഇയർബഡ്സ് ചാർജ് ചെയ്യുന്ന പുതിയ രീതിയാണോ എന്തോ. പുലിവാൽ കല്യാണത്തിലെ ഈ സീൻ യഥാർത്ഥ സംഭവമായാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. അവനെ പിന്തുടരൂ, ആ ബൈക്കർ ഫോളോ ചെയ്യൂ. താനെന്തിനാണോ വണ്ടി ആ ബൈക്കർ ഫോളോ ചെയ്യണോ? ടയർ സ്വന്തം തറവാട് കണ്ടപ്പോൾ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് കരുതി കാണും. സീരിയസ് ആയിട്ട് വഴക്കിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മാങ്ങ കടിക്കാൻ തോന്നിയത്. ആ ഫ്ലോ അങ്ങ് പോയി. രാത്രി വീട്ടിലിരുന്ന് ഉറക്കമുളച്ചു പഠിച്ചിട്ട് ക്ലാസ്സിൽ വന്നിരുന്ന് ഉറങ്ങുകയാണ് ഈ തലൈവര്. അതിന് ക്ലാസ് മുഴുവൻ തലൈവരെ അഭിനന്ദിക്കുകയാണ്. ബർത്ത്ഡേക്കാരിക്ക് സർപ്രൈസ് കൊടുക്കാൻ നോക്കിയപ്പോൾ സർപ്രൈസ് ആയത് ഒരു പാവത്താനും. ജീവിതം സിമ്പിളാക്കലാണ് ഈ കുട്ടൂസിന്റെ മെയിൻ പരിപാടി. വയറുകൊണ്ടുള്ള ബുദ്ധിമുട്ടും മാറിക്കിട്ടി. ഭാഗ്യം.
ഫേമസ് ആയ ബൈസിക്കിൾ കിക്കിന്റെ വീഡിയോയാണ് ഇനി കാണാൻ പോകുന്നത്. റേഷൻ കടയിൽ മഞ്ഞ കാർഡും നീല കാർഡും ഒക്കെ ഉള്ളത് ഈ ഒരു കാരണം കൊണ്ടാണോ എന്ന് ഒരു സംശയം. ഹലോ, ഇത് നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയാണ് കേട്ടാ. ഈ അരി നമ്മൾ ചോറ് വെക്കുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ ഈ അരി എടുത്ത് ചോറ് വെച്ചതിന് ശേഷം ഇന്നലെ ഉച്ചയ്ക്ക് വെച്ച ചോറ് ഇന്ന് ഈ സമയമായപ്പോ ചോറിന്റെ കളർ ഇതായി. ഇന്നലെ വെച്ച ചോറാണിത്. അപ്പൊ പാത്രത്തിൽ മാറ്റി വെച്ച് ഇപ്പൊ നോക്കിയപ്പോ കണ്ട നല്ല നീല കളർ. ഇത് എന്തുകൊണ്ടാണ് ഈ നീല കളർ എന്ന് നമുക്ക് അറിയത്തില്ല. അറിയാവുന്നവര് അന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഇത് ലവ് പക്കി, ഇത് ലംപക്കി, ഇത് നിറം മാറി പക്കി. പിച്ച് നനഞ്ഞത് കാരണം കളി നിർത്തിവെക്കേണ്ട അവസ്ഥയായി. ബാറ്റ്സ്മാന്റെ ഒരു ഫ്ലിക്ക് 1000ന്റെ ടാങ്ക് തകർത്ത് കളഞ്ഞു. ചാടിച്ചാടി പോകുന്നത് സൂപ്പർ ആയിട്ടുണ്ട്. എന്നാലും ഈ ചേച്ചി എന്തിനാണ് പുറകെ ഓടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. തട്ടിക്കൊണ്ടുപോകൽ കേസിന്റെ എക്സ്ക്ലൂസീവ് റിപ്പോർട്ടിംഗ് ആണ് കേൾക്കുന്നത്. പറയുന്നത് സൂക്ഷിച്ചു കേട്ടാൽ മനസ്സിലാകും കേസിന്റെ ഭീകരത. പോലീസിനോട് വിശദീകരിച്ചു. പണം തട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് കുട്ടികൾ പ്രതിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചതെന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. ഇതിപ്പോ ആദ്യ പ്രതിയാകില്ലേ? എന്തൊക്കെ പറഞ്ഞുവിടുന്ന ഭക്ഷണ സാധനങ്ങൾ വെച്ച പാത്രം എവിടെ വെച്ചാലും മൂടി വെക്കണമെന്ന് നിർബന്ധമുള്ളവർ ഫ്രിഡ്ജിൽ പാത്രം മൂടിയത് വ്യത്യസ്തമായിട്ടാണ്. രണ്ടും കൂടി വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാകും. എനിക്ക് ഞാനുണ്ടടാ എന്നതാണ് ഈ ഡാൻസറിന്റെ ഏറ്റവും വലിയ മോട്ടിവേഷൻ. ഒന്ന് ഞെട്ടിയതുകൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വന്നു ഈ പാവത്തിന്. മഞ്ഞത്ത് വാഴപ്പിണ്ടി പോകുന്ന പോലെ ഒരു പോക്ക. രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ. പട്ടിയെ പേടിയാണെങ്കിലും ഉള്ളിൽ ധൈര്യം സംഭരിച്ചുകൊണ്ടുള്ള നിൽപ്പാണ് ഈ വീരന്റേത്. ഒരു ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ നന്നായി ജോലി ചെയ്യുമ്പോൾ മൂഡ് കളയാൻ ഇതുപോലൊരു ഹെൽപ്പർ മതി. ആശാന്റെ നെഞ്ചത്ത് തന്നെ കൊടുത്തു. ഈ സാറിന് വീട്ടിലെ കട്ടിലിൽ കിടന്നാൽ ഉറക്കം വരില്ല. ചിലർക്ക് വരുന്ന പ്രത്യേകതരം അസുഖമാണ് ഇത്. എന്നടാ നടക്കുന്നില്ല, ഞാൻ മേലെ വന്നിട്ടെന്താ? കൂട്ടുകാരികളുടെ ശല്യമില്ലാത്ത ഒരേ ഒരു സ്ഥലം വാഷ്റൂം ആയിരുന്നു. അവിടെ കയറിയിരുന്നാലും സമാധാനം കിട്ടാത്ത അവസ്ഥയായി. என்னடா அது புது ட்ரெண்டா இருக்கு, புதுசு புதுசா கண்டுபிடிச்சு அடிக்கிறாங்களே, நான் என்ன பண்றது? ചെക്കന്മാരുമായി കൂട്ടുകൂടി നടക്കുന്ന മിക്ക പെൺകുട്ടികൾക്കും ഈ അവസ്ഥയാണ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇവരൊരു ചണ്ടയാണെന്നാണ് അവന്മാരുടെ വിചാരം. മാത്സിന്റെ ക്ലാസ്സിൽ സ്കെയിലില്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളവരാണ് നമ്മളിൽ പലരും.